ഹലോ, ഞാൻ വീണ്ടും വന്നു. ഞങ്ങളുടെ കുളിക്കടവൻ്റെ പണ്ട് 10 വർഷത്തിന് മുമ്പേ ഉള്ള കുളിക്കടവൻ്റെ അവിടെ വന്നതാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാനായിരുന്നു നമ്മളിവിടെ ഇറങ്ങിയത്. നിങ്ങൾ വലിയ ആറും പിന്നെ വലിയ ചിറയും അത് കഴിഞ്ഞിട്ട് കായലും കടലും ഒക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ. നിങ്ങളിത് നോക്ക്. പക്ഷേ നിങ്ങളിങ്ങനെ ഞങ്ങളുടെ കുഞ്ഞു തോടൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇത് നിങ്ങളെയൊക്കെ കാണിക്കാനായിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ എന്തോ ചെയ്യാനാ, ഇവിടെ ഒന്ന് തോട്ടിൽ ഇറങ്ങാൻ പോലും പറ്റത്തില്ല. പേടിയാവുന്നു സത്യം പറഞ്ഞാൽ. എത്ര ഈറയും റബ്ബറും. എന്നാലും ഞാൻ ഇത്തിരിയൊക്കെ ഒന്ന് കാണിക്കാം. പിന്നെ സത്യം പറഞ്ഞ് ഞങ്ങളെയൊക്കെ വരുമ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ കിണറൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു 10-15 പെൺപിള്ളേരുണ്ട്. പിന്നെ കുളിക്കാൻ 6 മണിയായെന്ന സമയത്തിന് വേണ്ട നമ്മുടെ വീട്ടിലുള്ളൊരു അണ്ണൻ ആയിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല, ഇതിനകത്ത് ആയിട്ടുണ്ട്. അത്ര വെള്ളത്തിലല്ലേ അങ്ങനെ കണ്ടോ, കാണിക്കരുതെന്ന്. എന്തോ രഹസ്യ കച്ചവടം ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ. അങ്ങനെ ഞങ്ങളിവിടെ 10 വർഷത്തിന് മുമ്പേ ഒരു 7-8 പെണ്ണുങ്ങളുണ്ട് കുളിക്കാൻ വരും. അത് 6 മണി കഴിഞ്ഞേ വരത്തുള്ളൂ കേട്ടോ. ഞാൻ തന്നെയാണേ മൊബൈൽ പിടിക്കുന്നത്. അങ്ങനെ ഒരു 6 മണി കഴിഞ്ഞ് കുളിക്കാൻ ഇറങ്ങുമ്പോൾ വെച്ചാൽ റോഡ് മേളിലും ഞങ്ങളുടെ തോട് താഴെ വെക്കണം, റോഡിൻ്റെ താഴെ കേട്ടോ. അപ്പോഴിവിടെയൊക്കെ റോഡിനകത്ത് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടാണ് നമുക്ക്. അങ്ങനെ നമ്മൾ ഇവിടെ ഇറങ്ങിയെന്ന്. അതാ ചിലപ്പോൾ ഒരാൾക്ക് 2 കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ 3 കുട്ടികളായിരിക്കും, 2-3 കാണും. പക്ഷേ കുളിച്ചിട്ട് നമ്മളിവിടുന്ന് വീട്ടിൽ കയറി ചെല്ലുമ്പം കറക്റ്റ് 6:45 ആ വിളക്കത്തിക്കുന്ന സമയമൊക്കെ ആവും. എന്നുവെച്ചാൽ തുണികളും കഴുകി ആ കൊച്ചുങ്ങളെയൊക്കെ ഉറക്കിയിട്ട് കുളിപ്പിച്ച് എന്നിട്ടല്ലേ കയറിപ്പോകാൻ പറ്റൂ. എൻ്റെ തമ്പുരാനെ ഇവിടുന്ന് അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴായിരിക്കും ചേട്ടന്മാർ പണിക്കൊക്കെ പോയിട്ട് ഒരു 100 മരുന്ന് അടിച്ചിട്ട് വരുന്നത്. ഇത്രയും നേരം എന്തോ എടുത്തൊന്നും പറഞ്ഞുകൊണ്ടായിരിക്കും പിന്നത്തെ കമ്പം. ഒന്നും പറയണ്ട, അവർക്കറിയില്ലല്ലോ തോട്ടിലെ കുളിയും നനയും ഒക്കെ. അങ്ങനെ നമ്മൾ ഒരു 2-3 വർഷമല്ല, ഒരു 3-4 വർഷത്തോളം നമ്മൾ കണ്ട് ഈ തോട്ടിലായിരുന്നു. ഇത് കോഴിപ്പാലം വരുന്ന റോഡാണ് കേട്ടോ. കണ്ട ഈ തോട്ടിലായിരുന്നു നമ്മൾ കുളിക്കുകയും നനയ്ക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഈ ആണുങ്ങൾക്ക് ഞങ്ങളോട് വഴക്കൂടാൻ വയ്യാത്തതുകൊണ്ട് അവർ സംഖ്യ കേട്ട് സത്യം പറഞ്ഞാൽ കഴുത്തിലേയും കാതിലേയും എല്ലാം പറിച്ച് ഈ 10-15 വീട്ടോളം കുഴക്കിണറടിച്ച് കേട്ടോ. കുഴക്കിണറടിച്ചതിന് ശേഷം ഇപ്പം എന്താ 10 വർഷത്തോളമായി നമ്മളിപ്പം തോട്ടിലിറങ്ങി വന്നിട്ട്. സത്യം പറഞ്ഞാൽ ഈ തോട്ടിലിപ്പോൾ ഇറങ്ങാൻ വഴിയില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് നാണ്ടുണ്ടോ കല്ലൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞു, കാടും കയറി. ദൈവമേ, നമ്മൾ സത്യം പറഞ്ഞാൽ ഇവിടെ എന്തുമാത്രം കണ്ട് കുളിച്ചിട്ടുള്ളതാ. ഇപ്പം എത്രയും നാളെ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. കണ്ട നമ്മുടെ അടുത്തൊരു അച്ഛൻ തൊഴിലുറപ്പും കഴിഞ്ഞ് പോവുക. ഒന്നുമില്ല അച്ഛാ കേട്ടോ. അങ്ങനെ അതുപോലെ അവിടെ 2 മീൻ പിടിക്കാൻ ഇരിപ്പുണ്ട്. അങ്ങനെ അതുകൊണ്ട് നമ്മൾ ഇറങ്ങി വരുന്നില്ല. ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ പിടിക്കാനായിട്ടാണ് ഞാനിവിടെ ഇറങ്ങി വന്നത്. എത്രയും വർഷമാണെന്നൊരു നമ്മൾ പിന്നെ നമ്മുടെ വീടിൻ്റെ അതിലെ ആട്ടയിലൊക്കെ പോയി വരികയൊക്കെ ചെയ്യുന്നത്. എന്നും ഞാൻ വീട്ടിലൊക്കെ ഇരുന്നതിൽ വീഡിയോ പിടിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കോഴിപ്പാലം റോഡ്, കോഴിപ്പാലം പോകുന്ന റോഡ് ആണ് പിള്ളേർ സ്കൂൾ റോഡിൽ പോയിട്ട് വരുന്നു. ഞാൻ ഇവിടെ മൊബൈൽ പിടിക്കുന്നത് പിള്ളേർ കണ്ട് കേട്ടോ. ആളും പേരൊക്കെ ഉണ്ട് ഇവിടെ ഇഷ്ടം പോലെ കോഴിപ്പാലത്ത്. കിരികിരാന്നുള്ള വഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങനെ സുഖമായ ജീവിതം. പിന്നെ അണ്ണൻ പണിയും കഴിഞ്ഞ് വരുന്നതിന് മുമ്പേ ഞങ്ങൾ ഇറങ്ങിയത്. സന്ധ്യയ്ക്കുമ്പോൾ കയറി ചെല്ലണ്ടേ അണ്ട. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ മോൻ 2 പേർക്കും സ്കൂളിൽ പോകണ്ടായിരുന്നല്ലോ. ഞാനിപ്പം മൊബൈൽ പിടിക്കുന്നത് പറഞ്ഞാൽ എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ പുറമോട്ടോ മുമ്പോട്ടോ കാണാൻ ഒന്ന് മൊബൈൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുകയെന്നുണ്ടെങ്കിൽ, പക്ഷേ കാല് തെറ്റി ഏതെങ്കിലും കുളത്തിലോ അല്ലെങ്കിൽ ഈ റോഡ് മൊത്തം കൊണ്ട് ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുന്നുണ്ടോ, അപ്പോൾ അതിലൊക്കെ ഒന്ന് വീണ് പോയി നമ്മുടെ കാര്യം. 2 കുഞ്ഞുങ്ങൾ കണ്ടാ നിൽക്കുന്നത്. നമ്മൾ വീഡിയോ അടിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ അവർക്കും ഒരു സന്തോഷം, എനിക്കും ഒരു സന്തോഷം.
സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു സന്തോഷമാണ്. പിന്നെ എന്തൊരു പ്രത്യേകിച്ച്, പിന്നെ ചോറൂട്ടിയൊക്കെ കഴിഞ്ഞ് ആ എന്നാ മോളെ ഇനി ഞാൻ എൻ്റെ കയ്യങ്ങ് കഴയ്ക്കുന്നങ്ങ്. എനിക്ക് ചോദിക്കും ഇത് പാരമുള്ള മൊബൈലാണെന്നോ? അല്ല, നമ്മളൊക്കെ കുഞ്ഞു മൊബൈലിൽ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇത് പിന്നെ +2 +1 ആകുമ്പം അണ്ണയൊക്കെ മൊബൈൽ മേടിച്ചു കൊടുത്തതാണ് മോക്ക്. നമ്മളാട്ടെ മാലയൊക്കെ എന്ത് ചെയ്യേ, ഇതൊക്കെ നമ്മൾ പറിച്ച് വിറ്റ ഒരു കുഴക്കണ്ണൊക്കെ അടിച്ചത്. അതുകൊണ്ട് നമ്മൾ കുഴക്കെണ്ണ അടിച്ച് ഇപ്പോൾ വീട്ടിൽ തന്നെ കുളിയും നനയും. അതുകൊണ്ട് എന്താ വീട്ടിൽ ഇപ്പോൾ ആണുങ്ങൾക്ക് വഴക്കൊന്നുമില്ല. എന്താ വെച്ചാൽ അവർ 6 മണി 6:45 7 മണി കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ കൊച്ചുങ്ങളെ കൊണ്ട് വീട്ടിലുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ പോയെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും. ഇനി ഞാൻ കുടയൊക്കെ എടുക്കട്ടെ, നമ്മളിനി നമ്മുടെ വീട്ടിലോട്ട് കയറി പോകേട്ടാ. പ്രത്യേകിച്ച് എന്താ വിശേഷം, ഭയങ്കര മഴ. ഇനി മഴയൊക്കെ ഇനി ഓണമൊക്കെ ആകുമ്പോൾ മഴയൊക്കെ ആയിരിക്കും. മക്കളുമാരെ നിങ്ങളൊക്കെ കുളിച്ച് ഇറക്കി പോവുകയൊക്കെ ചെയ്യണേ. തൊളിയാ കയറി പോയി. കുഞ്ഞുങ്ങളൊക്കെ കണ്ടില്ലേ, കഴിഞ്ഞ 2 ദിവസത്തേക്ക് മുമ്പേ കണ്ടില്ലേ, സ്കൂളിൽ പോയി സത്യം പറഞ്ഞ ചെരുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് എറിഞ്ഞ് വീട്ടിൽ ഇരിക്കുന്നൊരു ഇതെല്ലാം അറിയുന്നോ മക്കൾ? ഇതിൻ്റെ ഓടിൻ്റെ മുകളിൽ കയറിയതിൽ സത്യം പറഞ്ഞാൽ അതാ നമ്മൾ 9 മാസമല്ല എല്ലാവരും പറഞ്ഞ് 9 മാസം നമ്മൾ കൊണ്ട് നടന്ന് അവരെ പ്രസവിച്ച് വളർത്തി ഇത്രയാക്കി. സത്യം പറഞ്ഞാൽ പ്രതീക്ഷയല്ല. കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇതല്ലയോ, അവരല്ലേ ഉള്ളൂ നമുക്ക്. നമ്മൾ ജീവിതമേ അവരുടെ ഇല്ലയോ, എന്നിട്ട് അവർക്ക് വേണ്ടിയില്ല നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കണ്ട് തോർത്തൊക്കെ കൊണ്ടുവന്നതാണ് മീൻ പിടിക്കാനൊക്കെ. പക്ഷേ എന്തോ ചെയ്യാനാ, ഒരു കാരണവശാലും തോട്ടിൽ ഇറങ്ങാൻ പറ്റുന്നില്ല. ഒന്നാമത്തെ വഴിയില്ല, രണ്ടാമത്തെ കാര്യം റോഡൊക്കെ അങ്ങ് പൊളിഞ്ഞ് വാരി, പിന്നെ കാടും കരിയിലേ അവിടെ നോക്കിയാണ്ട് എന്തുമാത്രം മുളയും. പക്ഷേ പിന്നെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മളൊരു 4 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇത് അഞ്ചലായൊരു കോഴിപ്പാലം വരുന്ന റോഡാട്ടോ. ഇതാണ് ഞങ്ങളുടെ പാലം. ഈ പാലത്ത് തൊട്ടക്കരക്കൊരു അമ്പലമുണ്ട്. ഇനി ഒരു ദിവസം ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റില്ല. ചോദിച്ചാൽ കാണാൻ പറ്റുമോ എന്തോ മതി. ഞങ്ങൾ വീട്ടിലോട്ട് നമ്മളിനി വീട്ടിലോട്ട് പോവുക. അതുകൊണ്ട് ഞങ്ങൾ തോർത്തൊക്കെ കൊണ്ടാണ് വന്നത്, ഇനി മീനൊക്കെ പിടിച്ച് കാണിക്കാമെന്ന് പറഞ്ഞത്. പക്ഷേ എന്താ ചെയ്യാൻ, തോട്ടിലൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. ഇപ്പം എന്താ വെച്ചാൽ ഇതിപ്പോൾ ഞങ്ങളുടെ തോടല്ല, ഇതിപ്പോൾ ദൂരെ നാട്ടിൽ നിന്ന് ഈ ഭൂമി ബംഗാളിയൊക്കെ പറയാൻ പറ്റുമോ എന്തോ, അവരിവിടെ പണിക്കുണ്ട്. അതിഥി തൊഴിലാളികൾ പണിക്കുണ്ട്. അപ്പോൾ അവരാ ഇപ്പം ഇവിടെ കുളിക്കുകയും നനയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് പെരുമഴയും പിടിച്ച് എല്ലാ മക്കളെയും ശ്രദ്ധിക്കണം. ചേട്ടനൊക്കെ കടയിലൊക്കെ കയറിപ്പോയി അവരെയൊക്കെ ഒന്ന് വിളിക്കണം. വിളിക്കാതൊന്നും ഇരിക്കരുത്. അതൊക്കെ പറഞ്ഞാലും വേണ്ടിയല്ല, അതൊക്കെ നമ്മൾ കേട്ടേ പറ്റൂ. ഇനി ലൈക്കും സബ്സ്ക്രൈബും ഫോളോ ഒക്കെ ആത്താം. ശരിയെന്നാൽ വയ്ക്കട്ടെ. നമുക്കിനി അടുത്ത വീഡിയോ കാണാം.